ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ അപകടത്തിൽ പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അപകടത്തിൽ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത ഒരു വിവരം പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ യാത്രക്കാരുടെ ദുരിതയാത്രയൊക്കെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതും വാർത്തയാകാറുമുള്ളതും ഒക്കെയാണ്. നിങ്ങൾ ലോക്കോ പൈലറ്റുമാരുടെ സുരക്ഷ യാത്ര എത്രത്തോളം സുരക്ഷിതമാണ്? ലോക്കോ പൈലറ്റുമാരെ ഞാൻ പറഞ്ഞു, ഈ ബാലസോർ ആക്സിഡന്റിന്റെ അതേ ബിലാസ്പൂരിനടുത്ത് വന്നപ്പം നമ്മൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലാണ് ഗുഡ്സ് തമ്മി ഒരു ഗുഡ്സിന്റെ പുറയിൽ ഒരു ഗുഡ്സ് കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടായത്. അതിന്റെ അകത്ത് ലോക്കോ പൈലറ്റും അഡീഷണൽ ലോക്കോ പൈലറ്റും ഉടനടി മരിക്കുകയുണ്ടായി. അതും ഡേഞ്ചർ പാസ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഡേഞ്ചർ പാസ് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 16 മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ സദേൺ റെയിൽവേയിൽ മാത്രമാണ് ഒരുവിധം 10 മണിക്കൂർ കൊണ്ട് ജീവനക്കാരെ റിലീഫ് കൊടുക്കുന്നത്. പക്ഷേ നോർത്തേൺ ഏരിയയിൽ എല്ലാം തന്നെ 14 മണിക്കൂർ 16 മണിക്കൂറാണ് തുടർച്ചയായ വർക്കിംഗ് അവേഴ്സ്. ആ ഏരിയയിൽ ഗുഡ്സ് ഏരിയ കംപ്ലീറ്റ് 3-4 എഞ്ചിൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന കോൾ ഏരിയയിൽ കംപ്ലീറ്റ് 16 മണിക്കൂർ 18 മണിക്കൂറാണ്. അവിടെയൊക്കെ റിലീഫ് കൊടുക്കുന്നില്ലെന്നുള്ള വാസ്തവം. അങ്ങനെ ഓടിച്ചു വന്ന ഒരു ലോക്കോ പൈലറ്റും അഡീഷണൽ ലോക്കോ പൈലറ്റുമാണ് അത് മരിച്ചത്. അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞ് വന്ന നമ്മൾ ഒരു അപകടം, ഒരു പാസഞ്ചറിന്റെ പുറകിൽ മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ച് അത് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം പുതിയതായിട്ട് തുടങ്ങിയിട്ട് അതിന്റെ സഫീഷ്യന്റ് ട്രെയിനിങ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർക്കും നൽകിയില്ല, ഞങ്ങളുടെ ലോക്കോ പൈലറ്റും നൽകിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ റൂളുകളൊക്കെ തെറ്റി ഫ്രണ്ടിൽ പോയ വണ്ടി സ്ലോയിൽ പോയി, ബാക്കിൽ പോയത് ഹൈ സ്പീഡിൽ പോയി, അങ്ങനെ ഇടിക്കുകയായിരുന്നു. അതിനെ ലോക്കോ പൈലറ്റ് വരികയുണ്ടായി. എന്ത് അപകടമുണ്ടായാലും കൂട്ടിയിടി ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആദ്യം ഇൻവോൾവ് ആകുന്നത് ലോക്കോ പൈലറ്റ് തന്നെയാണ്. അവരുടെ ജീവനാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അജിറ്റേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ലോക്കോ പൈലറ്റുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജീവനക്കാർക്ക് ജീവന് ഈ വക പ്രശ്നങ്ങളില്ല, ഓഫീസർമാർക്കും ജീവന്റെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് സ്വന്തം ജീവൻ നോക്കേണ്ട ഒരു അവസ്ഥ എങ്ങനെയാണ്? തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി ഇതാണ്. 2 നൈറ്റ് കഴിഞ്ഞ് ഇരുന്നുറങ്ങുന്ന ഒരു കണ്ടീഷനാണ് ജീവനക്കാരൊക്കെ തന്നെ. ഒരിക്കലും പകലുറങ്ങിയാൽ പറ്റില്ല. അപ്പൊ 2 കഴിഞ്ഞ് 3-ാമത്തെ നൈറ്റ് ഒഴിവാക്കാൻ പറഞ്ഞാൽ റെയിൽവേ അത് ഒഴിവാക്കി കൊടുക്കുന്നില്ല. അതുപോലെ ഈ അവസാന ഈ ഹൈ ലെവൽ സേഫ്റ്റി റിവ്യൂ കമ്മിറ്റി ഈ ശ്രീധരൻ അടക്കം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ട്രെയിൻ തുടങ്ങുമ്പോൾ തന്നെ ക്രൂവിനെ പോസ്റ്റ് ചെയ്തിരിക്കണം എന്ന്. പക്ഷെ കഴിഞ്ഞ വന്ദേ ഭാരത് ഓടിച്ച് നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പല വന്ദേ ഭാരത് ഓടിച്ചു. ഒരു സെറ്റ് ക്രൂവിനെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഇന്ത്യൻ റെയിൽവേ പോസ്റ്റിംഗ് കൊടുത്തിട്ടില്ല. പകരം ഈ നിലവിലുള്ള ജീവനക്കാർ തന്നെ വർക്കിംഗ് അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. 120 മണിക്കൂറോളമാണ് ഇപ്പോൾ ഓടിക്കാൻ, 2 ആഴ്ചയിൽ ഓടിക്കാൻ പറയുന്നത്, 60 മണിക്കൂർ. ഓഫീസ് സ്റ്റാഫ് അടക്കം എല്ലാവരും 40 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഓടിക്കേണ്ടത്. ഇത് റിലാക്സേഷൻ ഇല്ല. വണ്ടി ഇപ്പൊ മദ്രാസ് വിട്ട് വിജയവാഡ വരെ 6.5 മണിക്കൂർ ഓടിക്കുമ്പം 6.5 മണിക്കൂറും ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഓടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എഞ്ചിനകത്ത്. അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല, അഡ്വാൻസ് ടെക്നോളജി സിസ്റ്റം ഒന്നും തന്നെ. ഡ്രൈവറെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി, ഡ്രൈവർക്ക് സഹായകരമായ ഇത്ര സ്പീഡിൽ പോകുമ്പം ഒരു മാക്സിമം സ്പീഡ് സെറ്റ് ചെയ്ത് ആ സ്പീഡാകുമ്പോൾ ഞങ്ങളെ അറിയിക്കുന്നതിന് ഒരു സംവിധാനം പോലും സ്പീഡോമീറ്ററിൽ പോലും കൂടെ അത് അറേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തയ്യാറായിട്ടില്ല. പല പ്രാവശ്യം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. റെക്കമെൻഡേഷൻ അല്ല, ഞങ്ങൾ പല പ്രാവശ്യം യൂണിയൻ തലത്തിൽ റെപ്രസെന്റേഷൻ കൊടുത്തതാണ്. പക്ഷെ അവർ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ വെറും ഒരു കാറിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാറെ പോലും കൂടെ 80 കിലോമീറ്റർ സ്പീഡായ PBB എന്ന് സൗണ്ട് കിട്ടും. പക്ഷേ ലോക്കോയ്ക്കകത്ത് ഞങ്ങൾക്ക് ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം. ആ ഒരു സെറ്റിംഗ് അവർ നടപ്പിലാക്കുന്നില്ല. അതുപോലെ അഡ്വാൻസ് ടെക്നോളജി ഒന്നും തന്നെ നടപ്പിലാക്കാത്തത് അപകടത്തിന് വളരെയധികം കാരണമാകുന്നുണ്ട്. മാനുഷിക പിഴവെന്ന് പറഞ്ഞ് ഒരാളെ 2 പേരെ സൃഷ്ടിച്ചാൽ ഇത് ഇവിടം കൊണ്ട് തീരില്ല. വീണ്ടും വേറൊരാൾ കയറുന്നു. കാരണം ട്രെയിനിന്റെ എണ്ണത്തിന്റെ ഗ്രാറ്റുവിറ്റി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. ആ കൂടുന്നതനുസരിച്ച് അപകടങ്ങളുടെ തോത് കൂടാനാണ് സാധ്യത. അതനുസരിച്ച് കൂടുതൽ സുരക്ഷിത മേഖല ശ്രദ്ധിക്കുന്ന തരത്തിൽ റെയിൽവേ അതിന്റെ നടപടിക്രമങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ റെയിൽവേ ബോർഡ് ഒരു ചെറിയൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്, ഇന്നലെ മിനിങ്ങാൻ വെച്ചിരിക്കുന്നത് ഹൈ സ്പീഡിൽ പോകുന്ന ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ഹൈ സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പല രീതിയിൽ ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു കോഷൻ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റ് ഇതിലും ഹൈ സ്പീഡിൽ പോകാനുള്ള സാഹചര്യം അതിന് മുമ്പുള്ള സാഹചര്യം തന്നെയാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ വളവും തിരിവും ഒക്കെ എടുത്തു കഴിയുമ്പം ഒരു ശ്രദ്ധ കഴിഞ്ഞ് അടുത്ത ശ്രദ്ധയിലേക്ക് വരുമ്പം ടൈമിങ് ഒരു ആവശ്യമായ ഘടകമാണ്. ചിലപ്പം ശ്രദ്ധിക്കപ്പെടാതെ കോഷൻ ഇൻഡിക്കേറ്റർ ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയൊക്കെ ടെക്നോളജിക്കലി നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ഡിസ്പ്ലേക്കകത്തൂടെ കിട്ടാൻ സാഹചര്യം ഒരുക്കാൻ ഇവരെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുംകാല ഭാവിയിൽ സേഫ്റ്റി വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കണം. ഇപ്പൊ റെയിൽവേ സേഫ്റ്റിക്ക് യാതൊരു കൺസിഡറേഷനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
ഇത്തരത്തിൽ റെയിൽവേ സേഫ്റ്റി ആവശ്യപ്പെട്ടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും നിങ്ങൾ നടത്തുന്ന സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. ആ കത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഒരു ആവശ്യം സിസ്റ്റമാറ്റിക് സംവിധാനം, ഇത് കാലാകാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആവശ്യം കൂടിയാണ്, സിസ്റ്റമാറ്റിക് സംവിധാനം കൊണ്ടുവരിക, റെയിൽവേയെ സംരക്ഷിക്കുക, യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്രയൊരുക്കുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഈ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബാലസോർ അപകടത്തിൽ നിന്ന് പോലും അതിൻ്റെ റിപ്പോർട്ടിലും ഈ കാര്യങ്ങൾ പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ നിന്നൊന്നും ഒരു പാഠവും പഠിച്ചില്ല എന്ന് തന്നെ വേണ്ടേ കരുതാൻ, ഇത്തരം വലിയൊരു അപകടം കൂടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഈ ഓരോ അപകടം ഉണ്ടാകുമ്പോൾ അതിന്റെ കമ്മീഷണർ റെയിൽവേ സേഫ്റ്റിയുടെ ഏറ്റവും ലാസ്റ്റ് വന്ന ഈ അപകടത്തിൽ ബാലസോർ കഴിഞ്ഞിട്ട് വരുന്ന ആക്സിഡന്റ് 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ഒരു അപകടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി പറഞ്ഞത് നമ്മുടെ ലോക്കോ പൈലറ്റുമാർ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു, ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തി. എന്തായാലും നമുക്കറിയാം, ഒരു മന്ത്രിമാർ ഒരു പ്രസ്താവന നടത്തുമ്പം ആ മന്ത്രിക്ക് സപ്പോർട്ട് ചെയ്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവര് കള്ളം പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന ഒരാഴ്ചക്കകം വന്ന കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി ഇന്ത്യ ഗവൺമെന്റിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ 2 ലോക്കോ പൈലറ്റുമാരിൽ മൊബൈൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടേ ഇല്ല, അവര് ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് ഈ റിപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മുടെ റെയിൽവേ മിനിസ്റ്ററെ വരെ മിസ്ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ റെയിൽവേ മിനിസ്റ്ററെ ഈ പൊതുജനങ്ങളെ പാർലമെന്റിനെ എല്ലാം മിസ്ഗൈഡ് ചെയ്തുന്ന ഓഫീസർമാരിരുന്നാൽ തീർച്ചയായിട്ടും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഈ അപകടങ്ങൾ ബാലസോർ അടക്കമുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പൊ 4 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്ക് യാതൊരു നഷ്ടവും കോടികൾ വന്നിട്ടില്ല. പകരം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ക്യാഷാണ് മുഴുവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട ഒരു ചർച്ച തന്നെ പാർലമെന്റ് ബഡ്ജറ്റ് പോലും കൂടെ അവർ ഒഴിവാക്കി. കാരണം ഈ അപകടങ്ങളെ പറ്റി ചർച്ച നടത്താതിരിക്കാൻ, ആ അപകടങ്ങളെ പറ്റി മാത്രം ചർച്ച നടത്തിയാൽ മാത്രമേ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള രീതിയിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടുകയുള്ളൂ. അതനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ. അതുപോലെ തന്നെ തെറ്റുകൾ കൃത്യമായിട്ട് പരിഹരിക്കുന്ന തരത്തിൽ റെക്കമെൻഡേഷൻ കറക്റ്റായിട്ട് നടപ്പിലാകുന്ന തരത്തിൽ ടൈം ബൗണ്ട് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കണം. ലോക്കോ പൈലറ്റുമാരുടെ ആണ് ഇതിൻ്റെ അകത്ത് മുൻ നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കാത്തു രക്ഷിക്കേണ്ടത്. ഒരു അപകടം ഒഴിവാക്കാൻ വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. റെയിൽവേ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം PN സോമനാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.